കഴിഞ്ഞ 9 വർഷക്കാലം താൻ അനുഭവിച്ച മാനസികവും വ്യക്തിപരവുമായ പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടൻ ദിലീപ് തന്റെ കൈയും കാലും കെട്ടിയിട്ട് അടിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ കാലയളവിൽ താൻ ജീവിച്ചിരുന്നതെന്ന് ദിലീപ് പറഞ്ഞു. ആലുവയിൽ CM ഹൈദരാലിയുടെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 9 വർഷങ്ങൾ വലിയ പോരാട്ടത്തിന്റെയും പ്രതിസന്ധികളുടെയും കാലമായിരുന്നുവെന്നാണ് ദിലീപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പല ഘട്ടങ്ങളിലും തനിക്ക് ചുറ്റുമുള്ളവരെ പോലും ബലിയാടാക്കുന്ന സാഹചര്യമുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രത്യേകിച്ച് തന്നെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെയും നടപടികൾ ഉണ്ടായതിനെക്കുറിച്ച് ദിലീപ് ചടങ്ങിൽ പരാമർശിച്ചു. ചില പോലീസുകാർ ചേർന്ന് തന്നെ ചികിത്സിച്ച ഡോക്ടറെയും ബലിയാടാക്കിയെന്നാണ് ദിലീപ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്നിൽ തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ പേരിൽ ഡോക്ടർ ഹൈദരാലിയെ പോലുള്ള നല്ല മനുഷ്യരെയും ബലിയാടായതിൽ വിഷമമുണ്ടെന്നും ദിലീപ് വ്യക്തമാക്കി. തുടർന്ന് അൻവർ മെമ്മോറിയൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ നീണ്ട നിയമ പോരാട്ടവും ദിലീപ് പരാമർശിച്ചു. 2017 ആശുപത്രിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തവർ പിന്നീട് പ്രവർത്തനം മോശമാക്കിയെന്നാണ് ആരോപണം. ഇതിനെ തുടർന്ന് ആശുപത്രി തിരിച്ചുപിടിക്കുന്നതിനായി നിയമപരമായ പോരാട്ടം നടത്തേണ്ടി വന്നു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയതോടെയാണ് ഡോക്ടർ ഹൈദരാലിക്ക് ആശുപത്രി തിരികെ ലഭിച്ചത്. 9 വർഷങ്ങൾക്ക് ശേഷം ആശുപത്രി ഡോക്ടർക്ക് തിരിച്ചു കിട്ടിയത് തന്റെ കാര്യത്തിലും സത്യം ജയിച്ചതുപോലെയാണ് തോന്നുന്നതെന്ന് ദിലീപ് പറഞ്ഞു. താൻ നേരിട്ട അനുഭവങ്ങളുമായി ഈ സംഭവത്തെ ബന്ധപ്പെടുത്തിയാണ് ദിലീപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനൊപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലൂടെ പ്രവർത്തനങ്ങളും വീണ്ടും ആരംഭിച്ചു. രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ പരിചരണവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ആശുപത്രിയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുന്ന ചടങ്ങ് എന്നതിലുപരി കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള വേദിയായും ചടങ്ങ് മാറി. തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് ദിലീപ് നടത്തിയ തുറന്നു പറച്ചിൽ തന്നെയാണ് ചടങ്ങിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായത്. കൈയും കാലും കെട്ടിയിട്ട് അടിക്കുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 9 വർഷം ജീവിച്ചതെന്ന ദിലീപിന്റെ പരാമർശം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം ഡോക്ടർ ഹൈദരാലിക്ക് ആശുപത്രി തിരിച്ചു കിട്ടിയതിനെ അദ്ദേഹം സത്യത്തിന്റെയും വിജയമായും വിശേഷിപ്പിച്ചു. വർഷങ്ങൾ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ അൻവർ മെമ്മോറിയൽ ആശുപത്രിയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന് പിന്നിലെ പോരാട്ടവും അതിനിടെ താൻ നേരിട്ട അനുഭവങ്ങളുമാണ് ദിലീപ് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വാർത്താ ചർച്ചകളിലും ശ്രദ്ധ നേടുകയാണ്.